ഹലോ ഗൈസ്, മീ ആൻഡ് മൈ കല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ വലിയ സന്തോഷമുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. കാരണം നമ്മുടെ 10 ദിവസം ലീവ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. എത്ര പെട്ടെന്നാലേ 10 ദിവസം പോയത്. നാട്ടിൽ വന്നതേ ഓർമ്മയുള്ളൂ, ഇപ്പോൾ അതാ തിരിച്ചു പോവാണ്. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയി. കാരണം നാട്ടിൽ നിൽക്കാൻ തീരെ സമയമില്ലാത്ത പോലെ തോന്നാം. നാട്ടിലേക്ക് വരുമ്പോൾ ഫുള്ള് പ്ലാനിങ് ആയിരുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതാക്കണം ഇതാക്കണം. പക്ഷേ കുറേയൊക്കെ നടന്നു, കുറേ നടന്നില്ല. പിന്നെ ഞങ്ങളിത് 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഒരുവിധം ആരും ഇല്ലായിരുന്നു, എല്ലാവരും ഉറങ്ങുന്ന ടൈമിൽ പിള്ളേരൊക്കെ. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഏട്ടനും അച്ഛനും അമ്മയും അവരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത് 6 മണിക്ക് ഇറങ്ങി നമുക്ക് കാലിക്കറ്റിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയായിട്ടാണ് വരുന്നത്. ഏട്ടൻ്റെ ഫ്രണ്ട് തന്നെയാണ് എപ്പോഴും, ഏട്ടനെ ഒറ്റയ്ക്കായാലും ഞങ്ങളായാലും കൊണ്ടാക്കാൻ വരില്ല, ഏട്ടൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് ആട്ടോ, ഹൈദരാബാദ് പോയിട്ട് നമുക്ക് മാറി കയറണം റാഞ്ചിയിലേക്ക്. വണ്ടി കയറിയപ്പോൾ തന്നെ കല്ലുമോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവളെ ഉറക്കത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പക്ഷേ അവൾ എണീറ്റ് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്യാൻ നിന്നു. പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് വണ്ടി കയറിയതിൻ്റെ ശേഷമാണ് കേട്ടോ ആൾ ഉറങ്ങിയത്. അങ്ങനെ ഇതാ നമ്മൾ ലേറ്റ് ആവാതെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം 8 മണിക്ക് നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം, 9 മണിക്കാണ് ഫ്ലൈറ്റ്. ഇതിന് മുന്നിലെത്തി നമുക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റും. സന്തോഷത്തോടെ നിൽക്കുന്ന ആൾക്കാരും കാണാൻ പറ്റും, സങ്കടത്തോടെ നിൽക്കുന്ന ആൾക്കാരും കാണാൻ പറ്റും. എനിക്ക് എപ്പോഴും എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ എനിക്കത് ഓർമ്മ വരിക. പറഞ്ഞയക്കുന്ന ആൾക്കാർ ഭയങ്കര സങ്കടത്തിനും വിളിച്ചു കൊണ്ടുപോകാൻ വരുന്ന ആൾക്കാർ ഭയങ്കര സന്തോഷത്തിലാവില്ലേ. പിന്നെ ഈ ഒരു ഫ്ലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഞങ്ങൾ 3 പേരും കൂടിയുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് ആട്ടോ അത്. ഇതിന് മുന്നേ ഏട്ടൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ളത് ഞാനും മോളും ഒറ്റയ്ക്കായിരുന്നു. അത് എൻ്റെയും മോളുടെയും ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടിയുള്ള ഫസ്റ്റ് ഫ്ലൈറ്റും എൻ്റെയും മോളുടെയും സെക്കൻഡ് ഫ്ലൈറ്റുമാണ്. അങ്ങനെ അതാ ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞു, ലഗേജൊക്കെ വിട്ടു. പിന്നെ അതാ ഞങ്ങൾ നേരെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഗേറ്റ് നമ്പർ 6 ആയിരുന്നു കേട്ടോ, അവിടെ പോയിരുന്നു. അങ്ങനെ ആദ്യം ഞാനും മോളും കൂടി പോയിരുന്ന സമയത്ത് ഞങ്ങൾ നേരെ ബാംഗ്ലൂർക്കാണ് പോയിരുന്നത്. ബാംഗ്ലൂർ ടു റാഞ്ചി ആയിരുന്നു, അങ്ങനെ കണക്ഷനായിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂർ മാറി ഹൈദരാബാദ് കേട്ടോ. ഇവരൊക്കെ ബാംഗ്ലൂർക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരാട്ടോ. അപ്പോൾ ഇവരെ ബാംഗ്ലൂർക്ക് വേണ്ടി വിളിക്കുമ്പോൾ എനിക്കത് ഓർമ്മ വരുന്നത്. കഴിഞ്ഞ തവണ ഞാനും മോളും കൂടി ആയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത് ഫസ്റ്റ് ഫ്ലൈറ്റാണ്, പിന്നെ ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു, പിന്നെ ഞാനും മോളും ഒറ്റയ്ക്കും. അപ്പോൾ ഇവളെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ആ ഒരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ആ ടെൻഷനിലിട്ട, കാരണം ഏട്ടുണ്ടല്ലോ. അങ്ങനെ ഞങ്ങളെ ഒരു 8:15 8:30 ആയപ്പോൾ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ നേരെ ഫ്ലൈറ്റിനുള്ളിൽ കയറി. പിന്നെ 21 സീറ്റ് നമ്പർ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ കല്യാണി കുറച്ച് നേരമൊക്കെ ടാബ് കണ്ടിരിക്കും കേട്ടോ. ആൾ സീറ്റ് ബെൽറ്റൊക്കെ ഒറ്റയ്ക്ക് ഇടാനൊക്കെ പഠിച്ചു. അന്ന് വന്ന മാതിരിയൊന്നുമല്ല. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ടാബറ്റൊക്കെ ഇരുന്നോളും. പിന്നെ കുറച്ച് കാർട്ടൂണും ഗെയിമും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കാരണം നെറ്റ് കണക്ഷൻ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു. പിന്നെ എത്ര നേരം ടാബറ്റ് ഇരിക്കുന്നതാണ് കണ്ടറിയേണ്ടത്. പിന്നെ അവർ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ ഞങ്ങൾ സീറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കരയെ ചിരിക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് 2 പേർക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അത്രയും നേരത്തെ എണീറ്റ് പോകുന്നതല്ലേ. പിന്നെ അത് മാത്രമല്ല രാത്രി ഒന്നും തീരെ ഉറങ്ങിയിട്ടില്ല, ഫുൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ കല്യാണമുള്ള കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. അവളോട്ട് ഉറങ്ങില്ല, കാരണം അവളിന്ന് കാറിന്നൊക്കെ ഉറങ്ങിയതല്ലേ. അത് കാരണം അവളെ ഇനി ഫ്ലൈറ്റിൽ നിന്ന് എന്തായാലും ഉറങ്ങില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 പേരുടെ ഉറക്കം അങ്ങനെ തീരുമാനമായിട്ടുണ്ട്. ഏട്ടനൊക്കെ നല്ലോണം ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഉറങ്ങാൻ പറ്റില്ല. അവന് കുറേ നേരം പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു. പിന്നെ അവളോട് കുറേ നേരം അവളൊപ്പം കൊണ്ടു ടാബിലൊക്കെ കുറേ ഗെയിമൊക്കെ കളിച്ചിരുന്നു. അങ്ങനെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഹൈദരാബാദ് എത്തിയിട്ടാ, വേഗം എത്തി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ അവിടുന്ന് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ലോഞ്ചിൽ കയറിയിട്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അമ്മ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ദോശയൊക്കെ ആയിരുന്നു. ഏട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദോശയും കാണും, പക്ഷേ ഞാനും മോളും കഴിച്ചില്ലായിരുന്നു. കാരണം ഇവളെ എണീപ്പിക്കലും ഇവളെ ഒരുക്കലും പിന്നെ എൻ്റെ ഒരുക്കവും പിന്നെ ലാസ്റ്റ് നമുക്ക് ഉണ്ടാവുമല്ലോ, അയ്യോ അത് വെച്ചില്ല ഇത് വെച്ചില്ല, അങ്ങനത്തെ കുറേ മറവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം ടൈമായിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ ഫ്രണ്ട് കാറിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിച്ചില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ കല്യാണി ഫുൾ അലമ്പെന്നിട്ട് ആൾ എസ്കലേറ്റർ കയറാൻ പഠിച്ചത് വലിയൊരു അബദ്ധമായിപ്പോയി. കാരണം ഇത് എവിടെ കണ്ടാലും കുട്ടി അതിമ്പോൾ പോയി കയറും. അങ്ങനെ ഏട്ടൻ ഫുള്ള് പിടിച്ചു കൊണ്ടുവരുന്നു അവളെ. പിന്നെ വേഗം ലോഞ്ചിൽ കയറി നല്ല ഫുഡ് കഴിച്ചിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം 10 മണിയായിട്ടുണ്ടാവും. പിന്നെ ഒരു വട, ഒരു ഇഡ്ഡലി, പിന്നെ കുറച്ച് റൈസ്, ചിക്കൻ പീസ്, കട്ട് ഫ്രൂട്ട്സ് അങ്ങനെ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു, കോഫി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. കല്യാണിക്ക് പിന്നെ ഞാനൊരു ഇഡ്ഡലിയും വടയും കൊടുത്തു. പിന്നെ അവൾ വാട്ടർ മെലൻ്റെ പീസ് കേട്ടോ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇങ്ങനെ കുറച്ച് നേരം റിലാക്സ് ആയിട്ടിരുന്നു. ഓളവിടെ ഇങ്ങനെ ഓടി നടക്കണ്ടായിരുന്നു. ഞാൻ പിന്നെ പിന്നാലെ പായം നിന്നിട്ടില്ല. അങ്ങനെ ഏകദേശം 12:15 നമുക്ക് അവർ ലഞ്ച് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കല്ലുമുളക് ന്യൂഡിൽസ് ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്കത് ഭയങ്കര ഇഷ്ടമായി. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും ചിക്കൻ്റെ പീസാണ് അവൾ കഴിച്ചത്. ഞാൻ പിന്നെ കുറച്ച് റൈസും ചിക്കൻ്റെ ഗ്രേവിയാണ് കഴിച്ചത്. ഏട്ടൻ ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ വേറെയും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റാഗിയുടെ ലഡു, കേക്ക് പീസ്, ബിരിയാണി, ചപ്പാത്തി, പനീർ, സൂപ്പ്, പിന്നെ വെറൈറ്റി ഐറ്റം സാലഡ് ഉണ്ടായിരുന്നു.
പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. വേറെയും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് കഴിച്ച കാരണം വല്ലാണ്ട് ലോഡാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു ഇതില്ലേ കോള, പെപ്സി കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ലഞ്ചൊക്കെ കഴിച്ച് ഇറങ്ങി. ഞങ്ങൾ നേരെ ഗേറ്റ് നമ്പറിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. 10 ഗേറ്റ് നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് നല്ല ഡിലേ ആയിരുന്നു. കാരണം അവിടെ വൻ പോസ്റ്റ് അടിച്ചിരുന്നു. കാരണം ഫോണിൽ വല്ലാണ്ട് ചാർജൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ കുറേ നേരം അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ നോക്കിയിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞാനിപ്പോൾ 25 വയസ്സിലാണ് ഫ്ലൈറ്റ് കയറുന്നത്. അപ്പോൾ എൻ്റെ മോളിപ്പോൾ 2 വയസ്സിൽ ഫ്ലൈറ്റ് കയറുമ്പോൾ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. 25 വയസ്സിൽ ഞാനൊക്കെ ഫ്ലൈറ്റ് കയറുന്നത് തന്നെ. അപ്പോൾ അവൾ 2 വയസ്സാകുമ്പോൾ കയറി കയറുമ്പോൾ എനിക്കൊരു വലിയ സംഭവമായിട്ട് തോന്നുന്നത്. വേറെ അതിലും കുറേ കുഞ്ഞ് കുട്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ വൻ പോസ്റ്റ് അടിച്ച് അങ്ങനെ ഇരുന്നിട്ടോ കുറച്ച് നേരം. അതിൻ്റെ ഇടയിൽ കല്ലുമ്പോഴും ഉറങ്ങിപ്പോയിട്ടോ. അവൾ ടാബ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ ടാബ് കണ്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ ഡിലേ ആയപ്പോൾ ഗേറ്റ് നമ്പർ മാറിയിട്ടുണ്ടായിരുന്നു. 10 ഉള്ളത് 15 അങ്ങനെ ഏകദേശം ഒരു 3:30 സാധാരണ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡിലേ ആയിട്ട് 4:30 വന്നത്. അങ്ങനെ ഏകദേശം ഒരു 4 മണി 4:30 ടൈമായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, 4 മണിയായപ്പോൾ ഞങ്ങൾ ഗേറ്റ് നമ്പറിൻ്റെ അവിടേക്ക് 15 അവിടേക്ക് മാറിയിരുന്നു. പിന്നെ അവിടെയും കുറേ നേരം ഇരുന്നു കേട്ടോ. ഇവളെ ഉറങ്ങിയ കാരണം പിന്നെ വലിയ സമ്മർദ്ദമല്ലായിരുന്നു. കാരണം ഇവളെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇവളെ കൂടെ ആ എയർപോർട്ട് ഫുള്ള് ഞങ്ങൾ ഓടേണ്ടി വന്നിരുന്നത്. കാരണം ആളൊരു ഭാഗത്ത് ആൾ അടങ്ങിയിരിക്കില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. ഇവളായിട്ട് ഫസ്റ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു. അന്ന് ഞാൻ ഈ ബാഗും വെച്ച് ഇവളെയും പിടിച്ച് ഭയങ്കര ടാസ്ക്കായിരുന്നു എനിക്ക്. ആൾ ഉറങ്ങൂല്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഏകദേശം 4:30 മണിയായപ്പോൾ ഞങ്ങളെ വിളിച്ചു കേട്ടോ. 4:30 അല്ല, 4 മണി 4:15 ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ട. കാരണം കല്ലുമ്പോൾ നല്ല ഉറക്കമായിരുന്നല്ലോ. അത് കാരണം ഞങ്ങൾക്ക് 2 പേർക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നീറ്റപ്പോൾ അത് ഏകദേശം 6 മണി ഏകദേശം ആയിട്ടുണ്ട്. നല്ല വ്യൂ ആയിരുന്നു, നൈറ്റ് വ്യൂ നല്ല രസമുണ്ട് കാണാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഞാൻ അന്ന് വന്നത് ഏകദേശം ഈ ടൈമിലൊന്നും അല്ല കേട്ടോ. 4 മണിയായപ്പോൾ ഞാൻ ലാൻഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വ്യൂ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഈ ഒരു വ്യൂ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഈ രാത്രി സമയത്ത് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ റാഞ്ചി എയർപോർട്ടിലെത്തി. 6 മണിയായപ്പോൾ റാഞ്ചി എയർപോർട്ടിലെത്തി. ഇവിടുന്ന് നമ്മളിങ്ങനെ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാഗൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ലഗേജൊക്കെ വന്നു, അതൊക്കെ എടുത്തു. പിന്നെ നല്ല തണുപ്പായിട്ട് വന്നിറങ്ങിയപ്പോൾ തന്നെ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. കല്യാണിക്ക് വേഗം ജാക്കറ്റും അതേപോലെ തന്നെ തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിതാ ബസ്സിലാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോയത്. ഇതും ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത്. ഞാൻ അന്ന് പോയതും സ്ട്രെയിറ്റാണ് പോയത്, ബസ്സിൽ കയറിയിട്ടില്ല. അങ്ങനെ ബസ്സിലൊക്കെ കയറി ഞങ്ങളിതാ അതിൻ്റെ ഫ്രണ്ട് പോയി. ഇനി ടാക്സി ബുക്ക് ചെയ്ത ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ജാർഖണ്ഡിൽ റൂമിലെത്തിയിട്ട് പറയാം അല്ലേ. ഇനിയിപ്പോൾ എന്ത്, ഈ റൂമിലിരിക്കാൻ തന്നെയല്ലേ പോണത്. അങ്ങനെ ഇതാ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞില്ലേ. ഇനി വീട്ടിലെത്തുമ്പോഴേക്കും 9-9:30 മണിയാവും. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ. അതുവരെ ബൈ.